അവിടേക്ക് ഇതിനകത്ത് എത്ര രൂപ ഉണ്ടെങ്കിലും 50-50. അതെന്ത് ന്യായമാണ്? പേഴ്സ് താഴെ വീണ് കണ്ടത് ഞാൻ, 2 സ്റ്റെപ്പ് പോയി എടുത്തത് ഞാൻ. അപ്പം 70 എനിക്കും 30 നിനക്കും. അപ്പോൾ എന്തോ ഇതിനകത്ത് 100 രൂപയുള്ളോ? എടാ അതല്ല, പെർസെൻറ്റേജ്, ശതമാനം. ആ നടക്കത്തില്ലളിയാ. നമ്മൾ ഒരുമിച്ച് പണിയില്ല അവിടെ ഇരിക്കുന്നില്ലേ. അപ്പം പകുതി ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇതെനിക്ക് കിട്ടിയ പേഴ്സാണ്, ഞാൻ തീരുമാനിക്കും ഇതെന്തെടുക്കണമെന്ന്. നീ പോയി നിൻ്റെ പണി നോക്ക്. നീ ചതിയാ കാണിക്കുന്ന കേട്ടോ. ഹലോ, എൻ്റെ ഒരു പേഴ്സ് കളഞ്ഞ് കിട്ടിയായിരുന്നു. ഇതോ അവൻ്റെ ഇരിപ്പുണ്ട്. അതങ്ങ് പറ. സാറിൻ്റെ കാർഡ് വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാനായിട്ടിരുന്നേ, നോക്കിയിട്ട്. താങ്ക് യു. ഓ, നമ്മുടെ കിട്ടിയില്ലായിരുന്നു, എന്തുവായി പോയി. ഇതിലൊരു 500 മിസ്സിംഗ് ആണല്ലോ, എടുത്തായിരുന്നോ? താരുടെ കാശ് പറ. എൻ്റെ അമ്മയാണെ ഞാൻ എടുത്തിട്ടില്ലേ. അങ്ങനെ പറയരുത്. 500 ഉണ്ടായിരുന്നു, എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ്. ഞാൻ എടുത്തിട്ടില്ല. എടുത്തെങ്കിൽ കാശ് പറ ഇറക്കാം. അതെ, പൈസയ്ക്ക് പൈസ വേണമല്ലോ, അല്ലെങ്കിൽ കേസും പഴക്കവും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയിട്ട് വരും. എനിക്കങ്ങ് പോയ മോഷണ കുറ്റത്തിന് കാശ് പറയാൻ. സാറിന്റെ കാശ് സാറേ അവൻ തരും കാശ്. അവൻ തരും. കാശ് പറ. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. എപ്പോ പിടിച്ച് കയറ്റിയോടാ അതിനകത്ത്. താങ്ക് യു. നിങ്ങളുടെ പോലെ ചെറുപ്പക്കാർ ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല. വല്ല ജോലി ചെയ്ത് ജീവിക്കുന്നത് വളരെ നന്നായിരിക്കും. സാറൊരു മാന്യനാ അല്ലേ? അതെ, താങ്ക് യു. ഓക്കെ. എന്ത് പോക്കറത്തന്നെ കാണിച്ചേ. ഈ സമയം കൊണ്ട് നീ എങ്ങനെയാടാ പൈസ കാലിൻ്റെ ഇടയിലാക്കിയത്? എടാ ഞാൻ എടുത്തിട്ടില്ല, എൻ്റെ അച്ഛനാണ് സത്യം, അത് എൻ്റെ പൈസയാ. പിന്നെ നീ അയാൾ ചോദിച്ചപ്പോൾ എടുത്ത് ഓത്ത എന്തിനാ? ഞാൻ പേടിച്ചു പോയി. നാളെ പോലീസിനെയൊക്കെ വിളിക്കുന്നുണ്ട്. എന്ത് വെച്ചാൽ ഇനി വീട്ടിൽ ചെത്തി 500 രൂപ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? അപ്പൊ അയാളുടെ പേഴ്സിൽ 500 രൂപ ആരായിരിക്കും എടുത്തത്? ഛേ, 1000 പറയണ്ടായിരുന്നു. പൊട്ടന്മാരാന്ന് തന്നെ മണ്ടത്തരം കാണിച്ച്. കുഴപ്പമില്ല, അടുത്തോലെ പിടിക്കാം.